ഹായ് ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും പാക്കിങ്ങും അതുപോലെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ ഈവനിങ്ങിൽ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ചധികം പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്തൊക്കെ പർച്ചേസ് ചെയ്തോ സാധനങ്ങളൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞാലും ആ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടാവില്ലേ. എല്ലാ പ്രാവശ്യം ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. എല്ലാം സെറ്റാക്കിയെന്ന് പറഞ്ഞാലും ആ ലാസ്റ്റ് മിനിറ്റിൽ വീണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനം കൂടി നമുക്ക് വാങ്ങിക്കാനുണ്ട്. കൂടെ എമ്മിമോൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. നമ്മളെ റിലേറ്റീവ്സ് ഒന്ന് രണ്ട് ആൾക്കാരുടെ വീട്ടിൽ നമുക്ക് പോകാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഹെയർ കട്ടിങ്ങിനാണ്. അപ്പോൾ ഞങ്ങൾ അന്തലോസ് മാളിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ കിഡ്സിൻ്റെ ഹെയർ കട്ട് ചെയ്യുന്ന ഷോപ്പ് നിന്നാണ് കേട്ടോ. എമ്മിൻ്റെ മുടി എപ്പോഴും നമ്മൾ കട്ട് ചെയ്യിക്കാറുള്ളത്. അപ്പോൾ എപ്പോഴും എമ്മിമോൻ്റെ ഹെയർ കട്ട് ചെയ്യുന്ന ആൾ നമ്മൾ വന്നപ്പോൾ വേറൊരു കുട്ടിൻ്റെ ഹെയർ കട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ആളുടെ കഴിയട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് കുറച്ച് പോപ്കോണൊക്കെ വാങ്ങിച്ച് കഴിച്ച് അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആൾ ഫ്രീ ആയപ്പോൾ தான் നമ്മളെ എമ്മിക്കുട്ടിനെ അവിടെ കൊണ്ടുപോയിട്ട് ഹെയർ കട്ട് ചെയ്യാനായിട്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആളുടെ അടുത്ത് എമ്മിക്കുട്ടി ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ലാതെ ഉഷാറായിട്ട് ഇരുന്ന് കൊടുക്കും. അങ്ങനെ നമ്മളെ ഹെയർ കട്ടിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹെയർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ പോണത് ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ലാലുവിനും എമിക്കൊക്കെ വിശക്കണമെന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഹെയർ കട്ടിങ് കഴിയട്ടെ എന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോയത് പിസ്സ കഴിക്കാനായിട്ടായിരുന്നു. എമിക്കുട്ടി പിസ്സ ആയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പീസൊക്കെ കഴിക്കും. അപ്പോൾ ഇനി നൈറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് എന്തായാലും ലേറ്റ് ആവും. കാരണം നമുക്ക് ഒന്ന് രണ്ടിടത്ത് പോകാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ പിസ്സ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ, വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി സാധനം കൂടെ കുറച്ച് വാങ്ങിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ലുലുവിലേക്ക് അതിനായിട്ട് പോകണ്ടല്ലോ, തൊട്ടടുത്ത് പാണ്ടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ നേരെ പാണ്ടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാണ്ടയിൽ കയറി ചീസ്, ബട്ടർ, ഒലീവ് ഈ ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നത്. ഇത് ഏതായാലും ലാസ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലാസ്റ്റിലേക്ക് വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യമുള്ള കുറച്ച് സാധനം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ലാലുവിൻ്റെ അമ്മമാർ രണ്ടാളുകളുണ്ട്. അവരുടെ വീട്ടിൽ പോകണം. നാളെ നമ്മൾ പോവുകയാണല്ലോ. അപ്പോൾ അതൊക്കെ പറയാനായിട്ട് അവരെ കാണാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇനി അവിടെ പോകണം. അപ്പോൾ വേഗം അവിടുത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻട്രൻസിൽ ഇതാ ഈ ക്യാൻഡീസ് വെച്ചപ്പോൾ എമ്മിക്കുട്ടിക്ക് അത് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതാ എമ്മിക്കുട്ടിക്ക് അതോടെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്മമാർ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. ഏകദേശം അവിടെ രണ്ടിടത്തും പോയപ്പോൾ തന്നെ 11 മണി 12 മണിയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് വന്നു ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ. ദേപ്പുട്ടിൽ പോയി. ദേപ്പുട്ടിലും കുറച്ചധികം ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എപ്പോൾ വരികയാണെങ്കിലും ഇവിടെ ടോക്കൺ എടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ പിന്നെയും ലേറ്റായി ടൈമൊക്കെ. അങ്ങനെ പിന്നെ നമ്മളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡൊക്കെ കിട്ടി. സ്റ്റാർട്ടറായിട്ട് നമുക്കിതാ ഈ ഒരു ഐറ്റമാണ് കേട്ടോ കൊണ്ട് തന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഇതിൻ്റെ പേര് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. 3-4 ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുത്ത് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പുട്ടും ബീഫും അതുപോലെ ഗീ റൈസും ചില്ലി ചിക്കനൊക്കെ നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളിതാ അതൊക്കെ ഇരുന്നിട്ട് വേഗം കഴിക്കുകയാണ് കേട്ടോ. ഇന്നിനി പാക്കിങ് എന്തായാലും നടക്കില്ല. കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോകുമ്പോഴത്തേന് ചിലപ്പോൾ ഉപ്പ് ഉറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഇനി ഏതായാലും പാക്കിങ് നാളെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കുന്ന നാളത്തെ വീഡിയോ ആണ്. കാരണം അതായത് നമ്മൾ നാട്ടിൽ പോകുന്ന ആ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മളൊരു ഉച്ചന് ശേഷമാണ് പാക്കിങ്ങിനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യ സമയം നമുക്ക് പാക്കിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഈവനിങ് ഒരു 5-6 മണിക്കായപ്പോൾ പാക്കിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹാൻഡ് ബാഗിലൊക്കെ കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഇനി പോകുമ്പോഴത്തേനും എല്ലാം കൂടെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു 7 മണി 7:30 ആയപ്പോൾ ഫ്രഷായി ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഷർഫിലുള്ള MR എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ്. നമ്മൾ പൊറോട്ടയും ബീഫും പാൽക്കപ്പയും ഫിഷ് പൊള്ളിച്ചതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പാൽക്കപ്പ പറയാതിരിക്കാൻ വയ്യ. ഷർഫിലുള്ളവരൊക്കെ ഒന്ന് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരേണ്ടത്. അങ്ങനെ പിന്നെ നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് നേരെ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് റൂമിൽ പോകണം. കുറച്ചും കൂടി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി ഒന്ന് സെറ്റാക്കുക. ടൈം ആകുമ്പോൾ റെഡി ആവാൻ പോകാതാണ് കേട്ടോ നമുക്കിന്ന് ഇനി ബാക്കിയുള്ള പരിപാടികൾ. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴത്തേന് നമുക്ക് പോകാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒക്കെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രാവശ്യം നമ്മൾ എയർപോർട്ടിൽ പോകണം നമ്മളെ വണ്ടിയിലല്ല. നമ്മളെ വണ്ടിയിലെ ലഗേജും പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അറിയുന്ന ഇരിക്കാൻ്റെ വണ്ടി നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വരാനായിട്ട് നമ്മളിത് റൂമിൻ്റെ പുറത്തിറങ്ങിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ.
അപ്പം ഞാൻ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന് നമ്മൾ നേരെ എയർപോർട്ടിൽ പോകാൻ കേട്ടോ. നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്, ഏകദേശം കുറച്ച് പോകാനുള്ളൂ കേട്ടോ എയർപോർട്ടിലേക്ക്. അങ്ങനെ ഫൈനലി നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എയർപോർട്ടിലെത്തിന് നമുക്ക് സംസാണ് കേട്ടോ വാങ്ങിക്കാനുള്ളത്. അപ്പോൾ നമ്മളിത് അതിനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ പാസ്പോർട്ടുമ്പോൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നാട്ടിൽ പോകുന്ന ആൾക്കാർക്കുള്ള ഒരു ഭാഗ്യമാണത്, നമുക്ക് സംസും കാര്യങ്ങളൊക്കെ നാട്ടിൽ കൊണ്ടുപോകാനൊക്കെ ഉള്ളത്. പക്ഷേ എല്ലാ ഫ്ലൈറ്റിനും അലൗഡ് അല്ല. നമ്മൾ പോണത് ഒമാൻ എയറിനായതുകൊണ്ട് തന്നെ നമുക്ക് സംസം അലൗഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം സംസം വാങ്ങിച്ചിട്ടായിരുന്നു. അങ്ങനെ പിന്നെ പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ലാലു ഞങ്ങളെ കൊണ്ടുവന്നാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു മൊമെൻറ്റും നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ എല്ലാവരും കൂടി നാട്ടിൽ പോകുമ്പോൾ ലാലു ഒറ്റക്കാണല്ലോ അവിടെ. അപ്പോൾ ആൾക്ക് അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും സാരില്ല, ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ നമ്മളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയൊരു കുഴപ്പമില്ല. എന്നാലും നമ്മൾ എത്ര കൂടെ നിന്നിട്ട് പോകാമെന്ന് പറയുമ്പോഴും അതൊരു വിഷമം തന്നെയാണല്ലോ അല്ലേ. അങ്ങനെ എങ്കിലായാലും നമ്മളിനി നേരെ ഫ്ലൈറ്റിൽ കയറാനായിട്ടാണ് കേട്ടോ പോണത്. നമ്മൾ കുറച്ചധികം സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ടൈം ആയപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോകണം. എനിക്കിട്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആൾ നാട്ടിലേക്ക് വരികയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട് ആൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. നമ്മളെ തൊട്ടപ്പുറത്ത് വേറൊരാളുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കൂടെ തന്നെ അല്ല, ഇപ്പാക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പാക്ക് തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. എഗ്ഗ്, സോസേജ്, പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ബന്ന്, ജാമ്, കോഫി വേണമെങ്കിൽ കോഫി, അതെല്ലാം ജ്യൂസ് വേണം വെച്ചാൽ ജ്യൂസ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് കുറച്ച് സമയം ഒന്ന് ഉറങ്ങിയപ്പോഴത്തേനും നമുക്കിത് ഒമാനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് 2 മണിക്കൂറാണ് കേട്ടോ ഒമാനിൽ വെയിറ്റിംഗ് ഉള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ അധികം ടൈമൊന്നും നമുക്കിവിടെ തോന്നില്ല. കാരണം നമ്മളൊന്ന് വന്ന് ഫ്രഷായി ഒന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി വരുമ്പോഴത്തേനും നമുക്ക് 2 മണിക്കൂർ പെട്ടെന്ന് പോണ പോലെ തോന്നും. അങ്ങനെ പിന്നെ നമ്മളിവിടെ വന്നിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അതിനിടയിൽ എമിക്കുട്ടി നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നാളെ നല്ല മൂഡിലാണ് കേട്ടോ നീറ്റിട്ടുണ്ടായിരുന്നത്. വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റിൽ കയറാനുള്ള ടൈം ആയപ്പോൾ നമ്മളിനി ഫ്ലൈറ്റിൽ പോവുകയാണ് കേട്ടോ. ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോവുകയാണ്. ഇവിടെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. രാവിലെ ആയതുകൊണ്ട് നല്ല വ്യൂ ആയിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റിലെത്തിയിട്ടുണ്ട്. ഒമാനിൽ നമ്മൾ കാലിക്കറ്റ് പോണ ഫ്ലൈറ്റിൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ സീറ്റ്. നമ്മളിപ്പോൾ ജിദ്ദയിൽ നിന്ന് ഒമാനിൽ വന്നപ്പോൾ ഒരു ബാക്കിലൊക്കെ ആയിട്ടായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതാ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്നപ്പോൾ നമ്മൾ വിൻഡോ സീറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് എല്ലാ വ്യൂസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എമിക്കുട്ടും തന്നെ ഒന്ന് ഉറങ്ങി നീറ്റതുകൊണ്ട് ആൾക്കും വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല മൂഡിലായിരുന്നു. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ജിദ്ദയിൽ നിന്ന് ഒമാനിക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന സെയിം മെനു തന്നെ ആയിരുന്നു കേട്ടോ ഇവിടെ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത് വെജിറ്റേറിയൻ ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ എഗ്ഗും സോസേജും ഒക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വെജ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിതാ നല്ല വടയും സാമ്പാറും പിന്നെ എന്തോ ഒരു കടലേൻ്റെ ഒരു മസാലയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജ്യൂസ്, കോഫി, പിന്നെ ബട്ടർ, അങ്ങനെയുള്ള ഐറ്റംസും ബന്നും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എമ്മിമോനെ നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട്. കാരണം ആൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡ് വരുന്നതിൻ്റെ മുന്നേ തന്നെ. പിന്നെ കുറച്ച് സമയം ഒരു പാട്ടൊക്കെ ഇങ്ങനെ കേട്ടിരുന്ന്. പിന്നെ നല്ല അടിപൊളി വ്യൂ ആണല്ലോ പുറത്തേക്ക് നോക്കുമ്പോൾ. നൈറ്റിൽ വരുന്ന പോലെ അല്ലല്ലോ, രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് സമയം അതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോഴത്തേനും നമുക്കിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചപ്പൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനവും സന്തോഷമൊക്കെ. അതിപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ, നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മളെ നാടെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു വേറൊരു വൈബാണല്ലോ. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളത് അവിടെ റീച്ച് ആയിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമില്ല. പുറത്ത് ഉമ്മയും സാലിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പുറത്തിറങ്ങാനുള്ള ഒരു ആകാംക്ഷയും ഭയങ്കര ഒരു സന്തോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ സീറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വന്നു. പിന്നെ ലഗേജിന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഒരുപാട് സമയമൊന്നും ലഗേജിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ലഗേജൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ലഗേജൊക്കെ എടുത്തു വേഗം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഷാലൂട്ടി എടുത്ത് തന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയതേ ഉള്ളൂ. അങ്ങനെ പുറത്തിറങ്ങി എല്ലാവരെയും കണ്ട് ഭയങ്കര ഹാപ്പിയായി നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വ്ളോഗിൽ നമ്മളെ അമ്മയും ഷാലൂട്ടി എല്ലാവരും ഉണ്ടാവും കേട്ടോ. ഒരുപാടായല്ലോ അല്ലേ അവരൊക്കെ നമ്മളെ വീഡിയോയിൽ കണ്ടിട്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് നേരെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മയും അനിയനും എൻ്റെ അനിയത്തിയും കുട്ടിയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരുമായിട്ട് കുറച്ചേരൊക്കെ സംസാരിച്ചു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് പുതുതായിട്ടൊരു വീടൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളെ ഡ്രീമാണത്. അപ്പോൾ അത് കാണാനായിട്ട് പോവാണ്. കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ തറടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയതായിരുന്നു.
അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ വന്നപ്പോഴത്തേനും ഈ ഒരു ലെവലിലേക്ക് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു വന്ന് ഇതാണ് എൻ്റെ അമ്മൻ്റെ അനിയത്തി എല്ലാവരും കൂടി ഇരുന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ എമ്മിക്കുട്ടിക്ക് എന്തോ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എമ്മിൻ്റെ സന്തോഷം കാണാനായിട്ട് അമ്മ എന്തോ ടോയ് എന്തോ വാങ്ങിയിട്ട് പാക്കൊക്കെ ചെയ്ത് എമ്മിക്കുട്ടിക്ക് സർപ്രൈസായിട്ട് വാങ്ങി വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എമ്മിക്കുട്ടി ഇതാ അമ്മമാൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. എന്താ അപ്പോൾ അമ്മമ്മ സർപ്രൈസായിട്ട് വാങ്ങി വെച്ചെന്നൊക്കെ കാണാനായിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എമ്മിക്കുട്ടി ഇതാ ഇതുപോലൊരു കാറാണ് കേട്ടോ അമ്മ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഇതാ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിൽ പോവുകയാണ്. അമ്മാനെയും ആമാനെയൊക്കെ വീട്ടിലാക്കി കൊടുക്കാമല്ലോ. അതുപോലെ എൻ്റെ അനിയത്തി പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ ഓളെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ വന്ന് അന്ന് ഈവനിങ് തന്നെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോണ ഇടയിൽ ഇതാ അനിയത്തി കുട്ടിക്ക് നമ്മൾ ബ്രോസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് നമ്മളിത് എല്ലാവരും കൂടി ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഇപ്പയും അമ്മയും അമ്മായികളും എല്ലാവരുമായിട്ട് ഭയങ്കര രസമായിരുന്നു. ഒരുപാടായിട്ട് ഓരോക്കെ കണ്ടിട്ട് അപ്പോൾ ഓലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട്. നമ്മളെ വീടെന്ന് പറയുന്നത് നമ്മുടെ സ്വർഗ്ഗമാണല്ലോ. അങ്ങനെ പിന്നെ ഇതാ കുറച്ച് സമയം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതാ അത്രയേ ഉള്ളൂ. വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ചെയ്യാം. അതുവരേക്കും ബൈ.